അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം, മുമ്പ് വുളുവിൽ മുഖം കഴുകുന്നതിൻ്റെ സമയത്ത് തിങ്ങിയ താടി തിക്കാറ്റൽ എന്നില്ല എന്ന് പറഞ്ഞു, സുന്നത്തേ ഉള്ളൂ എന്നാണ്. ഈ വുളുവിൻ്റെ ഇതിൽ സുന്നത്തുള്ള മാതിരി തന്നെയാണോ? വലിയ അശുദ്ധിക്കാരും താടി തിക്കാറ്റണോ? തിങ്ങിയ താടി തിക്കാറ്റൽ നിർബന്ധമുണ്ടോ? അല്ല സുന്നത്തേ ഉള്ളൂ? വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണിത്. മിക്ക ആളുകളും തെറ്റിദ്ധരിച്ച വിഷയവുമാണ്. ചുരുക്കത്തിൽ, വൊളു എടുക്കുമ്പോൾ തിങ്ങിയ താടിയെ തിക്കകറ്റല് സുന്നത്ത് മാത്രമേ ഉള്ളൂ, നിർബന്ധം ഇല്ല എന്ന് ഫതുഹുൽ മുഈൻ 18-ാം പേജിലെ 15-ാം വരിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വുളുവിൽ തിങ്ങിയ താടി തിക്കകറ്റൽ സുന്നത്തേ ഉള്ളൂ, ഉള്ളിൽ വെള്ളം ചേർക്കൽ നിർബന്ധം ഇല്ല. നേരെ മറിച്ച് കുളി അങ്ങനെയല്ല. കുളിയുടെ ഫർള് പറഞ്ഞിടത്ത് ഫതുഹുൽ മുഈൻ 29-ാം പേജ് വരി 1-ൽ വതാനിഹിമ, രണ്ടാമത്തെ ഫർള്, ഒന്നാം ഫർള് നിയ്യത്താണ്, രണ്ടാം ഫർള് തഅമീമു ലാഹിരി ബദനിൻ, ശരീരത്തിന്റെ ബാഹ്യഭാഗം മുഴുവനും ഉൾപ്പെടുത്തണം, മുഴുവനുമാക്കണം. ഹത്തൽ അൽഫാരി, നഖങ്ങൾ, വമാ തഅതഹ, അവയുടെ ഉള്ളുകൾ വരെ. വശഅരി, രോമങ്ങളെയും ഫുള്ള് കഴുകണം. ലാഹിറൻ, അതിന്റെ പുറഭാഗവും, വബാത്തിനൻ, ഉൾവശവും. വഇൻ കസുഫ, അതെത്ര കട്ടിയുള്ള താടിയോ മീശയോ മറ്റോ ഏതാണെങ്കിലും ശരി, ഏത് ഭാഗങ്ങളിൽ മുടികൾ എത്ര തിങ്ങി നിൽപ്പുണ്ടെങ്കിലും പുറവും ഉള്ളും നനക്കൽ നിർബന്ധമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഫുഖാഹ് പറഞ്ഞു, ഫാറക്കൽ വുളു, കുളിയും വുളുവും ഇവ്വിഷയകമായി വ്യത്യാസമുണ്ടാകാൻ കാരണം ബി തഖറുരിഹി, വുളു എപ്പോഴും ചെയ്യേണ്ട ഇബാദത്താകയാൽ ഉള്ളുകൂടി നനക്കണം എന്ന് നിർബന്ധമാകുമായിരുന്നെങ്കിൽ വിഷമമാകുമായിരുന്നു. നേരെ മറിച്ച് കുളി അങ്ങനെയല്ല. നിർബന്ധമായ കുളി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒന്ന് തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ. ദിവസങ്ങളിൽ ഒന്നൊക്കെയല്ലേ ഫർളായ കുളി ഉണ്ടാകൂ. അപ്പോൾ അത് വലിയ വിഷമൊന്നുമില്ല. അതുകൊണ്ട് വൈൻ കസുഫ, എത്ര കട്ടി ഉണ്ടെങ്കിലും ഉൾവശങ്ങളും പൂർണ്ണമായും നനക്കൽ കുളിയിൽ നിർബന്ധമാണ്. വുളുവിൽ വ്യത്യാസമാണ്, അവിടെ സുന്നത്ത് മാത്രമേ ഉള്ളൂ.